നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രസവത്തിൻ്റെ പേരിൽ പ്രസവിച്ച യുവതി അനുഭവിക്കാത്ത പ്രസവ വേദന അനുഭവിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. കാര്യം, ഒരു സിനിമാ നടി, അതായത് ദിയ കൃഷ്ണ എന്ന അമ്മയെയും അവരുടെ കുടുംബത്തെയും വലിയ തോതിൽ അപമാനിക്കുകയാണ്. അവരൊരു സിനിമാ താരമാണ്, ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല, അവർ ഈ റീസെൻ്റ്ലി സമയത്ത് അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന 3 ആളുകൾ ഇവരെ സാമ്പത്തികമായി വലിയ തോതിൽ വഞ്ചിച്ച കേസും ഇപ്പോൾ നിയമപരമായി നിൽക്കുന്നുണ്ട്. ഈ ദിയ കൃഷ്ണയുടെ പ്രസവം ഇപ്പോൾ കേരളത്തിലെ സദാചാര ബോധത്തിൻ്റെ ഒരു വലിയ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ദിയ കൃഷ്ണയുടെ ഈ ഒരു പ്രസവ വീഡിയോ ചിത്രീകരണവും അത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അതിൻ്റെ പ്രചരണവുമെല്ലാം കേരളത്തിലെ സമൂഹത്തിൻ്റെ സദാചാര ബോധത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന പ്രതികരണങ്ങളും ഒരു പോസിറ്റീവായി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രസവം എന്ന വേദന നിറഞ്ഞ സന്ദർഭത്തിൽ ഒരു കുടുംബം മുഴുവൻ കൂടെ നിൽക്കുന്നതിനെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന ചില ആളുകളും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഒപ്പം പ്രസവത്തെ പറ്റിയുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ ദിയ കൃഷ്ണ പൊളിച്ചു എന്ന തരത്തിലേക്കുള്ള വാദഗതികളും സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായി വരുന്നുണ്ട്. ഒരിറ്റ് രക്തം പോലും കാണിക്കാതെയാണ് ദിയ കൃഷ്ണ തൻ്റെ ഒരു പ്രസവ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുമ്പ് കളിമണ്ണ് എന്ന സിനിമയുടെ ആവശ്യത്തിനായി നടി ശ്വേതാ മേനോൻ്റെ ഒരു പ്രസവ രംഗം ചിത്രീകരിച്ചിരുന്നു. അതും വലിയ തോതിൽ അന്ന് സദാചാര ഗുണ്ടകളുടെ കുരുപൊട്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ഈ ഒരു പ്രസവവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുബോധത്തിന് ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നത് ഇപ്പോൾ സമൂഹത്തിൽ വലിയ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.